പിന്നെ ഐസ്ക്രീം സ്റ്റിക്ക് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എന്തൊരു പണിയാ. എന്ത് പശയും തെർമോക്കോളും വെച്ചൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഇവനൊക്കെ ജനിച്ചതിന് ലീഡറാവാനും മിനിറ്റിലുണ്ടാക്കാനും. നമുക്കിത് ഇനി പഠിക്കണം. അമ്പാടി ചെയ്ത ഈ ഒരു എഫേർട്ടിനെ നമ്മൾ അഭിനന്ദിച്ചേ മതിയാവും. അത് മാത്രമല്ല, ഈ പ്രാവശ്യത്തെ ഉപജില്ല ക്വിസ് കോമ്പറ്റീഷനിൽ നമ്മുടെ സ്കൂളിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് അമ്പാടിയാണ് അല്ലേ? ആ, എല്ലാവരും ഒന്ന് കൈയടിക്കുക. ഒരു പ്രാവശ്യം അടിച്ചില്ലേ, പിന്നെ ഒന്നും നീ വീണ്ടും അടിക്കുന്നത്? ഇതുപോലുള്ള നല്ല ഐഡിയാസാണ് സയൻസ് ഫെയറിനൊക്കെ വരേണ്ടത്. ഇവിടുന്ന് വേറെ ചിലതൊക്കെ ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞു. എന്തിനാ? ഗ്രേസ് മാർക്കിന് വേണ്ടി, ചുമ്മാ ആർക്കോ വേണ്ടി ഒക്കാനിക്കാനായിട്ട്. നമുക്കിട്ടാണല്ലോ മച്ചമ്പി. ഇവിടെ അമ്പാടി ഒരു എക്സാമ്പിൾ. ടാലൻറ്റും ഒബ്സർവേഷൻ സ്കില്ലും ഉപയോഗിക്കാതെ ആർക്കൊന്നും നേടാൻ പറ്റില്ല. സാറേ, ചന്ദ്ര സാർ വിളിക്കും. വിജയ, ഓ, ഈ മോഡൽ സേഫായിട്ട് എടുത്ത് വെക്കണം. സ്റ്റോർ റൂം വെച്ചാൽ മതി, സൂക്ഷിക്കണം. ഓ ശരി സാർ. പിന്നെ എന്തേലും കൊണ്ടാന്ന് മൂടിയേക്ക്. എവിടെ പിടിക്കാൻ? എന്ത്? നിങ്ങളുടെ മോഡലും അടിപൊളിയായിരുന്നു. നിന്റെ സർട്ടിഫിക്കറ്റ് രാഷന്റെ കടയിൽ കൊണ്ട് കൊടുത്താൽ മതി. വൈകുന്നേരം വരുമ്പോൾ ഞാൻ വാങ്ങിച്ചോളാം കേട്ടാ. ഹലോ വിജയൻ ചേട്ടാ, ഗ്രൗണ്ടിലോട്ട് വാ. എല്ലാം പിന്നെ ബോധം കിട്ടും. ഓ, വീണ്ടും വീണ? ഓ, എന്തോ പറയാനാ. സ്കൂട്ടിൽ ഇത്ര കോണം വരച്ച എന്തോ തരാൻ ചോദിക്കാൻ പിടിച്ചത്. ഒരൊറ്റ ഓട്ടം വെയിൽ കൊണ്ട് പാപ്പം ബോധം കിട്ടും. ഞാൻ പറഞ്ഞു. അവര് പുറത്താണോ? അവര് വരുമ്പോ എന്താ വരായാലും 2 ദിവസം എടുക്കും. സാർ അറിഞ്ഞില്ലേ, നമ്മളെ മേഡല്ലേ ചന്ദ്രചേട്ടൻ മരിച്ചുപോയി. അയ്യോ, വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. പുള്ളിയുടെ തലയിൽ രക്തസ്രാവം ഉണ്ടായിരുന്നു. പുള്ളി എണ്ണ തടവിയിരുന്നു. ആരും അറിഞ്ഞില്ല. എന്നായിരുന്നു? ഇന്ന് രാവിലെ. ഓ, മേ ഹിസ് സോൾ റെസ്റ്റ് ഇൻ പീസ്. ഗുപ്തൻ സാറേ, അന്ന് വൈകാതെ നടന്നപ്പോ നമ്മൾ പോയി കണ്ടത് ഇപ്പൊ നന്നായില്ലേ? അപ്പൊ ഗുപ്ത സാർ പോയായിരുന്നല്ലേ? അയ്യോ, സാറ് മാത്രമല്ല, ടീച്ചറും ഉണ്ടായിരുന്നു. ഓർക്കുന്നില്ലേ, ഞാൻ മാങ്ങയൊക്കെ ആയിട്ട് കൂടില്ല. മാങ്ങയല്ല സാർ, പേരക്ക. പേരക്ക, അതെ അതെ, അത് ഞാൻ മറന്നുപോയി. എപ്പോഴാ ചടങ്ങ്? 2 ദിവസം കഴിയും സാറേ. ഒരുത്തൻ വെളിയിലാണ്, ഐസ് ഒട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പേരക്കായിരുന്നെന്ന് മാത്രം മറന്നുപോയി. പ്രിയപ്പെട്ട മീനാക്ഷിക്ക്, നിനക്കവിടെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കിവിടെ സുഖമാണ്. ഞാൻ നിന്നെ ലവ് ചെയ്യുകയാണ്. ഇതെങ്ങനെ അവളെ ടീച്ചർമാർക്ക് പറഞ്ഞു കൊടുത്താൽ എന്ത് ചെയ്യും? ഞാനിത് തന്നോണ്ട് എന്നോട് ദേഷ്യം തോന്നരുത്. ടീച്ചർമാരോട് പറയുകയും ചെയ്യല്. എന്ന് സ്വന്തം ശ്രീകുട്ടൻ. ഈ ഇന്ന് തന്നെ പോയി പറഞ്ഞില്ലെങ്കിലാണ് എന്ന് നിന്നെ താങ്ങിക്കൊണ്ട് നടക്കാൻ പറ്റൂല. ഈ പുല്ലിനകത്ത് ഇത്ര വെള്ളം ഉണ്ടായിരുന്നു. കുറെ നാളുകൊണ്ട് ഈ പൈപ്പിൽ ഞാൻ വാങ്ങി വെച്ചേക്കായിരുന്നു. ഇന്ന് നല്ല അടിയായിരിക്കും. എല്ലാം ഇവ കാരണം. നമ്മളെ കൈയ്യാൻ പോയി അറിയാതെ പൈപ്പ് പൊട്ടി, അത്രേ ഉള്ളൂ. പേടിക്കാനൊന്നുമില്ല. എന്തായാലും വാ. സാറേ, യോമാരാ, ഞാൻ കണ്ടതാ. എന്താണ് ഇതൊക്കെ? എന്താ സാറേ? നിനക്കത് അറിഞ്ഞൂടെ? അറിഞ്ഞൂടാ. പിന്നെ എങ്ങനെയാണ് പൈപ്പ് പൊട്ടിയത്? സാറേ, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല സത്യമായിട്ട്. പിന്നെ പൈപ്പ് താനേ പൊട്ടോ? സാറേ, കയ്യോ പൈപ്പ് പൊട്ടിയിരുന്നു. അങ്ങനെ നീയൊക്കെ കൂടി പൈപ്പും പൊട്ടിച്ച് അവന്റെ എഫർട്ട് ഇല്ലാതാക്കിയിട്ട് മുഖത്ത് നോക്കി കള്ളം പറയുന്നോടാ. എന്റെ സ്വഭാവം മാറ്റിക്കരുത്. സാറേ, സത്യമായിട്ട് ഞങ്ങളല്ലേ ഇത്. നമുക്ക് അറിഞ്ഞൂടാ സാറേ ഇത്. എന്നെ കൊണ്ട് കമ്പടിപ്പിക്കരുത്.
വേണ്ട വേണ്ട നിൽക്കുമ്പോ സാറേ അറിയാതെ പൈപ്പിൽ പിടിച്ച് തിരിച്ചപ്പോ പൊട്ടിപ്പോയി അല്ലാതെ വേറെ ഒന്നും നമ്മള് ചെയ്തില്ല. കണ്ടോ സാറേ ദാ ഇപ്പൊ പൈപ്പ് പിടിച്ച് തിരിച്ചാൽ പൊട്ടിയതായി 4 പഠിച്ച കള്ളന്മാരാ സാറേ. ഇവന്റെ മോഡൽ നശിപ്പിക്കാൻ മാത്രം പ്രതികാര ബുദ്ധി എവിടെ നോക്കണം നിനക്കൊക്കെ? സാർ സത്യമായിട്ട് നമ്മളൊന്നും ചെയ്തില്ല സാറേ. കള്ളം പറയുന്നു. സാറേ നമ്മളല്ല. പിന്നെ ആരാടാ? പറയടാ. എടാ നീയൊക്കെ ആദ്യം പറഞ്ഞു നിനക്കൊന്നും അറിയില്ല, പിന്നെ പറഞ്ഞു കൈകളിലാ പൈപ്പ് താനേ പൊട്ടിയതാണ്, ഇപ്പൊ പറഞ്ഞു പൈപ്പ് പിടിച്ച് തിരിച്ചപ്പോ പൊട്ടിയതാണ്. ഈ ചെറുപ്രായത്തിലെ ഇങ്ങനെ വൈരാഗ്യം വെച്ചാൽ നീയൊക്കെ വലുതാകുമ്പോ എന്തൊക്കെ ചെയ്യും? സാർ സത്യമായിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല സാറേ. കണ്ണി നോക്കി കള്ളം പറയുന്ന നിനക്കൊന്നും അറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? നീയൊക്കെ പഠിച്ചാ ബാക്കി കേൾക്കില്ലല്ലോ. മതി മതി നിന്നെയൊക്കെ ഉണ്ടാക്കി തന്നെ തളയാൻ പറഞ്ഞാ മര്യാദക്ക് പറയടാ. എന്നോട് സത്യം നിർത്തണോ? മതി സാറേ, പിള്ളേരല്ലേ? ശരി ശരി. താൻ എന്താണ് ഈ കാണിച്ചത്? ഞാൻ എന്തിനാണ് പിന്നെ ഇവിടെ ഉള്ളത്? ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, അതിനുള്ള കാര്യപ്രാപ്തിയോടെ വേണ്ടേ സാറേ? താൻ ആരാണ് സംസാരിക്കുന്നത് അറിയോ? സാറേ വേണ്ട. സാർ എന്തിനാ പിള്ളേരെ ഇങ്ങനെ എടുത്തിട്ട് അടിച്ചത്? ടീച്ചർ ഇതിൽ ഇടപെടണ്ട. ഞാൻ ഇടപെടണ്ടാന്നോ? അതെന്താ ഞാൻ ഇടപെട്ടാ? ആ കുട്ടികളെ ഞാനും പഠിപ്പിക്കുന്നതല്ലേ? പഠിപ്പീരിനെ കൊണ്ടൊക്കെ ഞാൻ കണ്ടത്, അവന്മാര് കാണിച്ച തണ്ടിത്തരം ടീച്ചറും കണ്ടതല്ലേ? അവരങ്ങനെ കാണിച്ചെങ്കിൽ തന്നെ ഇങ്ങനാണോ അടിക്കുന്നത്? അടി മാത്രമല്ല, എല്ലാത്തിനെയും വീട്ടിൽ നിന്ന് വിളിപ്പിച്ചിട്ട് ഇനി ക്ലാസ്സിൽ കയറ്റുന്നുള്ളൂ. അതെങ്ങനെ? ഗ്രാൻഡ് വാങ്ങാനല്ലാതെ അവറ്റകളൊന്നും ഈ ഭാഗത്തോട്ടേ കാണാറില്ലല്ലോ. കഷ്ടം, നിങ്ങളൊരു അധ്യാപകനല്ലേ? വിജയ, ആ പാരന്റ്സ് രജിസ്റ്ററിംഗ് എടുത്തേക്ക്. സാറേ അത് മതി നിർത്ത്. നാളെ ഞാൻ സ്കൂളിൽ പോകണുണ്ടല്ലോ. എന്താണെന്ന് അന്വേഷിക്കട്ടെ. അവൻ പറഞ്ഞല്ല അവൻ ചെയ്തിട്ടില്ല. സത്യം അറിഞ്ഞിട്ട് മതി ഇനി അടിയും മഴക്കൊക്കെ. ഞാൻ എന്തെങ്കിലും പറയാനാണ് ഇപ്പൊ കുഴപ്പം. നിങ്ങൾ അച്ഛനും മോനും എന്താണെന്ന് വെച്ചാൽ ആയിക്കോ, എന്നെ നോക്കണ്ട. പോയിരുന്നു പഠിക്കണം വല്ലതും. ആഴ്ച വേണോ നിൽക്കണം.